ഹായ് ഫ്രണ്ട്സ്, റോയൽ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഓൾഡ് ഷർട്ട് കൊണ്ട് ഒരു ബേബി ഫ്രോക്ക് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടാണ് ഇത് കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളിതിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ടൊന്നല്ല, സിമ്പിളായിട്ട് ഒരു ടീഷർട്ട് ഇതുപോലെ ഷർട്ടിൻ്റെ മുകളിൽ വെക്കുക. കറക്റ്റായിട്ട് ബട്ടനൊക്കെ ഇട്ടുകാണ്ട് വെച്ചുകാണ്ട് ഒരു ഷർട്ടിൻ്റെ മുകളിൽ ഇതുപോലത്തെ ഒരു ടീഷർട്ട് വെച്ചിട്ട് അതിനെ സ്കെച്ച് ചെയ്യുക. കറക്റ്റായിട്ട് ആ ടീഷർട്ടിന് കറക്റ്റല്ല, ആ ടീഷർട്ടിൻ്റെ അളവ് കൂടെ ഒരു അരഞ്ച് കൂടുതലാക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള തുമ്പ് എക്സ്ട്രാ ഇട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ മാർക്ക് ചെയ്തു ഷർട്ട് കറക്റ്റായി വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. കറക്റ്റായിട്ട് അടിഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതാ ഇത്രയേ ഉള്ളൂ. ഫ്രോക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ മാർക്ക് ചെയ്യാണ്. കഴുത്തിന് മാർക്ക് ചെയ്യുക. ഫ്രണ്ട് കഴുത്ത് ഇതുപോലെ മാർക്ക് ചെയ്യുക. ഫ്രണ്ട് കഴുത്ത് മാർക്ക് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഫ്രണ്ട് കറക്റ്റായിട്ടും കട്ട് ചെയ്തെടുക്കുകയാണ്. ഫ്രണ്ട് കട്ട് ചെയ്ത് ഒഴിവാക്കി. ഇനി ഇതിൻ്റെ ബാക്ക് പീസ്. ബാക്കിൽ ഇത്ര തന്നെ കഴുത്ത് ഇറക്കം വേണ്ട, ഒരു ഇഞ്ച്, ഒരു 1.25 ഇഞ്ചൊക്കെ ഇറക്കം മതി ബാക്ക് കഴുത്ത്. അതനുസരിച്ച് മാർക്ക് ചെയ്ത് കണ്ട് അതും അതുപോലെ കറക്റ്റായി കട്ട് ചെയ്തെടുക്കുക. പിന്നെ ബാക്ക് കഴുത്തും കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ബാക്കും ഫ്രണ്ടും ഉണ്ട് ഇതിൻ്റെ കൂടെ. എന്നിട്ട് അടിഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്യുക. ഇനി ഈ ഷർട്ടിൻ്റെ അടിഭാഗം കൊണ്ടാണ് ഈ ഫ്രോക്കിൻ്റെ അടിഭാഗത്ത് പ്ലീറ്റ് ഇടുന്നത്. ഈ പീസ് കൊണ്ടാണ് നമ്മൾ ഈ ഫ്രോക്കിൻ്റെ അടിഭാഗം പ്ലീറ്റ് ഇടുന്നത്. അതിന് വേണ്ട പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു 3 ഇഞ്ച് വീതിയിൽ ഒരു പീസ് അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. ആ ഷർട്ടിൻ്റെ അടിഭാഗത്തിൻ്റെ അതേ ഷേപ്പിൽ ഒരു 3 ഇഞ്ച് വീതിയിൽ ആ പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി ഈ പീസാണ് ഇതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ പ്ലീറ്റ് ഇടുക. ഞെറിവിടാനുള്ള പീസാണത്. ഇനി നമ്മൾ ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അതിന് സെൻറ്ററിൽ വെക്കാനുള്ള ഒരു എലാസ്റ്റിക്കാണിത്. ഒരു 1/2 ഇഞ്ച് വീതിയിലുള്ള ഒരു എലാസ്റ്റിക് പീസ്. ഇത് അടിഭാഗത്ത് വെക്കാനുള്ള പ്ലീറ്റ് ഇടാനുള്ള പീസ്. ഇനി സ്റ്റിച്ച് ചെയ്യണം. ആദ്യം ഫ്രണ്ടും ബാക്കും ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുക. ഇതുപോലെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ വരും. ഇനി ഇതിൻ്റെ കഴുത്ത് പൈപ്പ് ചെയ്യാണ്. അതിനാവശ്യമുള്ള ഒരു 1.25 ഇഞ്ച് വീതിയിൽ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിക്കണം. എന്നിട്ട് ആ പീസിൻ്റെ ഒരു ഭാഗം ഫോൾഡ് ചെയ്ത് അടിക്കുക. എന്നിട്ട് ആ പീസ് കൊണ്ട് കഴുത്ത് പൈപ്പ് ചെയ്യാണ്. ഇതുപോലെ വെച്ചിട്ട് കഴുത്തും വെച്ചുകൊണ്ട് അടിച്ചുകൊണ്ട് പൈപ്പ് ചെയ്യുക. ഫ്രോക്കിൻ്റെ പുറം ഭാഗത്ത് വെച്ചുകൊണ്ട് ഉൾഭാഗത്തേക്ക് മറിക്കുകയാണ്. ഒരേ വീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക.
എന്നിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കണ്ട് അതിനെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യുക. ലാസ്റ്റ് വരേണ്ട തുമ്പ് ഉള്ളിലേക്ക് മടക്കി വെക്കുക. അതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് അതിന് മുകൾ ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യുക. ഇനി കയ്യിൻ്റെ റിഗാള് അതുപോലെ തന്നെ പൈപ്പ് ചെയ്യുക. പുറം ഭാഗത്ത് വെച്ചുകൊണ്ട് ആ പീസ് വെച്ചുകൊണ്ട് അടിച്ചുകൊണ്ട് ഉൾഭാഗത്തേക്ക് മറിക്കുകയാണ്. ഒരേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ കറക്റ്റായിട്ട് ഒരേ രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്ത് കണ്ട് അതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ തന്നെ മറ്റേ കയ്യിൻ്റെ റിഗാളും ഇതേപോലെ തന്നെ പൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ സൈഡ് ജോയിൻ്റ് ചെയ്യുക. രണ്ട് സൈഡും ജോയിൻ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ജോയിൻ്റ് ചെയ്യുക. എന്നിട്ട് ഇനി നമ്മളിതിൻ്റെ അലാസ്റ്റിക് ഫിറ്റ് ചെയ്യണം. അലാസ്റ്റിക് ഫിറ്റ് ചെയ്യാനുള്ള ലൈൻസ് വരയ്ക്കുക. അതായത് നമ്മളെ ടോപ്പിൻ്റെ ഫ്രോക്കിൻ്റെ സെൻട്രൽ ആ ഷേപ്പ് വരേണ്ട അവിടെയാണ് ഈ അലാസ്റ്റിക് വരുന്നത്. അതിലൂടെ ഒരു മാർക്ക് ചെയ്യാണ്, ഒരു ലൈൻസ് വരയ്ക്കുകയാണ്. കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഒരേ ഇതിൽ വരണം, ഒരേ അളവിൽ തന്നെ വരണം. ഇനി അലാസ്റ്റിക് വെച്ച് കണ്ടടിക്കുക. ഉൾഭാഗത്താണ് അലാസ്റ്റിക് വെക്കുന്നത്. കറക്റ്റ് ആ മാർക്കിങ്ങിൽ വെച്ച് കണ്ട് സ്റ്റിച്ച് ചെയ്യാണ്. അലാസ്റ്റിക് വലിച്ചു കൊടുക്കണം കേട്ടോ. അലാസ്റ്റിക് ഫ്രണ്ടും ബാക്കും വലിച്ചിക്കാണ്ട് അടിക്കുക. അതുപോലെ എന്താ അപ്പോൾ ഇതുപോലെ വരും. ഇനി ടോപ്പിൻ്റെ അടിഭാഗത്തുള്ള ആ പ്ലീറ്റ് അടിക്കുകയാണ്. അങ്ങനെ രണ്ട് പീസ് ഒപ്പം വെച്ചുകൊണ്ട് ഇതേപോലെ പ്ലേറ്റ് ഇട്ട് കേട്ടോ. ചെറിയ ചെറിയ പ്ലേറ്റ് ഇടുന്നത്, ഒരു 1/2 ഇഞ്ച് വീതിയിലുള്ള ചെറിയ പ്ലേറ്റുകൾ ഇടുക. എന്നാൽ ജോയിൻറ്റ് ഒപ്പം വരണം. നമ്മൾ ഷർട്ടിൻ്റെ കട്ട് ചെയ്തെടുത്ത ജോയിൻറ്റും ഈ ടോപ്പിൻ്റെ ഈ ഫ്രോക്കിൻ്റെ സൈഡ് അടിച്ച ജോയിൻറ്റും ഒപ്പം വരണം. അങ്ങനെ ഫുള്ളായിട്ട് പ്ലേറ്റ് ഇട്ടു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.